ഹായ് സ്റ്റുഡൻസ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം. ലെറ്റ് ഡാറ്റ റെപ്രസെൻറ്റ് ദ ലിസ്റ്റ്. ലിസ്റ്റിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. ഓക്കെ, 3 എലമെൻറ്റ്സ് ഉള്ള ഒരു ലിസ്റ്റാണ്. ലിസ്റ്റിൻ്റെ നെയിമാണ് ഡാറ്റ എന്ന് പറയുന്നത്. റൈറ്റ് ദ എക്സ്പ്രഷൻസ് ഫോർ ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. ഫസ്റ്റ് ഓപ്പറേഷൻ റീപ്ലേസ് ദ വാല്യൂ സർക്കിൾ വിത്ത് എലിപ്സ്. സോ ഈ ഒരു വാല്യൂ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എലിപ്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ആഡ് എ ന്യൂ വാല്യൂ റെക്റ്റാങ്കിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. സോ ഫൈനലി നമുക്ക് എന്താണ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എന്നുള്ള ഒരു എലമെൻറ്റ് കൂടി ആഡ് ചെയ്യണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, റിമൂവ് ദ വാല്യൂ സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ ഫ്രം ദ ലിസ്റ്റ്. ഇതിനകത്ത് ഈ 2 എലമെൻറ്റ്സ് റിമൂവ് ചെയ്യണം. ഇത്രയും ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ലിസ്റ്റ് ഓപ്പറേഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. So what is list? List is an object that contains multiple data items ആണ്. So it can hold items of different types. Different types of items നമുക്ക് ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. So it allows duplicate members. ഡ്യൂപ്ലിക്കേഷനും ഇവിടെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു സാമ്പിൾ L1 എന്നൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാം, ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റത്തിൻ്റെ കളക്ഷനാണ് എന്ത് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലിസ്റ്റ്സ് ആർ മ്യൂട്ടബിൾ. സോ എന്താണ് മ്യൂട്ടബിൾ? ദാറ്റ് മീൻസ് ദെയർ എലമെൻറ്റ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. സോ എലമെൻറ്റ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു സ്ക്വയർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് അതിനകത്ത് എലമെൻറ്റ്സിന് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റും. ഓക്കെ, ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി മസ്റ്റ് യൂസ് എ വാലിഡ് ഇൻഡെക്സ്. വാലിഡ് ഇൻഡെക്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എററാണ് ജനറേറ്റ് ചെയ്യുക, ഇൻഡെക്സ് എററാണ് വരുന്നുണ്ടാവാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ലിസ്റ്റ് 1ൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും സ്ട്രിങ്ങിൽ പറഞ്ഞ പോലെ എന്താണ് ഇവിടെയും ഇൻഡെക്സിങ് പോസിബിൾ ആണ്. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 0, 1, 2, 3. ഓക്കെ, പോസിറ്റീവ് ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആണ്. സോ നമുക്കറിയാം ലിസ്റ്റ് 1 ഓഫ് 1 എന്ന് പറയുന്നത് ഏത് എലമെൻ്റ് ആണ്? കെമിസ്ട്രി. അവിടെ നമ്മൾ പുതിയ വാല്യൂ അസൈൻ ചെയ്യാണ്, ബയോളജി എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യാണ്. സോ ഈ ഒരു അസൈൻമെൻറ്റ് സ്ട്രിങ്ങിൽ വർക്ക് ചെയ്യില്ല. സോ സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ലിസ്റ്റിൽ വർക്ക് ചെയ്യും. സോ ലിസ്റ്റ് ആർ മ്യൂട്ടബിൾ. ഓക്കെ, ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. സോ നമ്മൾ ജസ്റ്റ് ഈ ഓപ്പറേഷൻ ചെയ്തു, അതിൻ്റെ എഫക്റ്റ് അറിയണമെങ്കിൽ ലിസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ലിസ്റ്റ് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കറസ്പോണ്ടിങ് ലിസ്റ്റ് ഡിസ്പ്ലേ ആയി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കെമിസ്ട്രി എന്നുള്ളത് റീപ്ലേസ്ഡ് ആയിട്ട് ബയോളജി എന്നുള്ളത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് അപ്പൻഡ് മെത്തേഡാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആഡ് ഐറ്റംസ് ടു എ ലിസ്റ്റ്. സോ ഐറ്റം ഈസ് അപ്പൻഡഡ് ടു ദ എൻഡ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേര് തന്നെ മനസ്സിലായിരിക്കും, നമ്മൾ ഏത് എലമെൻ്റ് ആണോ പാസ് ചെയ്യണത് അത് എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ലിസ്റ്റ് 1, ഇതിനകത്ത് 3 എലമെൻറ്റ്സ് ഉണ്ട്. ജോൺ, 10, ആപ്പിൾ എന്നുള്ള വാല്യൂസ് ഉണ്ട്. സോ ലിസ്റ്റ് 1 ഡോട്ട് അപ്പൻഡ് എന്നുള്ള മെത്തേഡിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യണത് അത് എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആഡ് ആവും. സോ നമുക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റ് 1 പ്രിൻ്റ് ചെയ്താൽ എന്താണ്, സോ 3 എലമെൻറ്റ്സ് ഉള്ളതിൽ 4th എലമെൻ്റ് ആയിട്ട് നമ്മൾ അപ്പൻഡ് ചെയ്തിട്ടുള്ള വാല്യൂ വന്നു. ഓക്കെ, 2090 എന്നുള്ള വാല്യൂ വന്നു. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ലിസ്റ്റ് 1ൽ തന്നെ നമ്മൾ ഒരു ന്യൂ ലിസ്റ്റ് ആഡ് ചെയ്യാണ്. ഓക്കെ, ഒരു പുതിയ ലിസ്റ്റാണ് എലമെൻ്റ് ആയിട്ട് ഇവിടെ പാസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു എലമെൻറ്റ്, ഇതൊരു എലമെൻ്റ് ആണ്. ഈ എലമെൻറ്റ് അതേപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു എലമെൻ്റ് ആണെങ്കിലും എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അപ്പൻഡ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻസേർട്ട് മെത്തേഡാണ്. ഇൻസേർട്ട് മെത്തേഡ് ഇൻസേർട്ട് ആൻ എലമെൻറ്റ് ടു ദ ലിസ്റ്റ് അറ്റ് എ ഗിവൺ ഇൻഡെക്സ്. ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ നമുക്ക് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് മെത്തേഡ് യൂസ് ചെയ്യുക. അതിൻ്റെ ഫോർമാറ്റ് ഓർത്ത് വയ്ക്കുക. ലിസ്റ്റ് നെയിം ഡോട്ട് ഇൻസേർട്ട്. നമ്മൾ പാസ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇൻഡെക്സും കോമ എലമെൻറ്റ്. ഏത് ഇൻഡെക്സിൽ ഏത് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം അത് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ വവ്വൽ എന്നുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. സോ അതിനകത്ത് AEIU 4 ക്യാരക്ടേഴ്സ് നമ്മൾ അതിനകത്ത് ഈ ലിസ്റ്റ് വവ്വൽ എന്നുള്ള ലിസ്റ്റിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാണ്. ഏത് ഇൻഡെക്സിലാണ്? 3rd ഇൻഡെക്സിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ 0, 1, 2, 3. അപ്പോൾ 3rd ഇൻഡെക്സ് നമുക്കറിയാം, ഈ അവൈലബിൾ ഇൻഡെക്സിൽ നമുക്ക് 3rd ലൊക്കേഷനിലാണ് ഈ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലിസ്റ്റ് നെയിം ഡോട്ട് ഇൻസേർട്ട് എന്നുള്ള മെത്തേഡ് 3rd ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തു. കറസ്പോണ്ടിങ് ആഡ് ചെയ്യുന്ന ക്യാരക്ടറും എലമെൻറ്റും നമ്മൾ പാസ് ചെയ്തു. സോ എന്തായിരിക്കും, എഗെയിൻ നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ അപ്ഡേറ്റഡ് ലിസ്റ്റ് എന്തായിരിക്കും? 3rd ഇൻഡെക്സിൽ ആ ഒരു എലമെൻറ്റ് ഇൻസേർട്ടഡ് ആയിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് ഡിലീഷൻ ഓഫ് ലിസ്റ്റ് എലമെൻറ്റ്സ് ആണ്. del എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ദ എലമെൻറ്റ് ടു ബി ഡിലീറ്റഡ് ഈസ് മെൻഷൻഡ് യൂസിങ് ദ ലിസ്റ്റ് നെയിം ഇൻഡെക്സ്. സോ നമുക്കറിയാം ലിസ്റ്റ് നെയിം ഓഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിലുള്ള എലമെൻ്റ് ആണ്. 0th ഇൻഡെക്സിൽ ഈ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെൻറ്റിന് del എന്നുള്ള ഫംഗ്ഷനിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് നെയിം സ്ക്വയർ ബ്രാക്കറ്റ് കറസ്പോണ്ടിങ് ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്താൽ ഈ ഒരു എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. സോ നമ്മൾ വീണ്ടും ലിസ്റ്റിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ ആ ഒരു എലമെൻറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് മെത്തേഡ്, 2 മെത്തേഡ് ഇവിടെ അവൈലബിൾ ആണ്. റിമൂവ് മെത്തേഡ്. സോ del ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഇനി റിമൂവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ദ എലമെൻറ്റ് ടു ബി ഡിലീറ്റഡ് ഈസ് മെൻഷൻഡ് യൂസിങ് ദ ലിസ്റ്റ് നെയിം ആൻഡ് എലമെൻറ്റ്. സോ ഇവിടുത്തെ ഫോർമാറ്റ് ഓർത്ത് വയ്ക്കുക. ലിസ്റ്റ് നെയിം ഡോട്ട് റിമൂവ് എന്നുള്ളത് കോൾ ചെയ്യുക. അതിനകത്ത് നമ്മൾ പാസ് ചെയ്യണത് ഏത് എലമെൻ്റാണ് റിമൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് 3 എന്നുള്ള എലമെൻ്റ് ആണ്. സോ നമ്മൾ പാസ് ചെയ്ത എലമെൻറ്റ് അതിൽ നിന്ന് റിമൂവ് ആയി കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഫൈനൽ ഔട്ട്പുട്ടിൽ ഈ എലമെൻറ്റ് ഉണ്ടാവില്ല. ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സുഖമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഡാറ്റ എന്നുള്ള ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഡാറ്റ എന്നുള്ള ലിസ്റ്റ് ഞാൻ എഴുതാണെങ്കിൽ ഡാറ്റ എന്നുള്ള ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട്, സർക്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ദെൻ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്, ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വി ഹാവ് ടു റീപ്ലേസ് ദ വാല്യൂ സർക്കിൾ വിത്ത് എലിപ്സ്. സോ സർക്കിൾ എന്നുള്ളത് ഇൻഡെക്സിങ് നോക്കുകയാണെങ്കിൽ 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്. ഓക്കെ, സോ റീപ്ലേസ് ദ വാല്യൂ സർക്കിൾ വിത്ത് എലിപ്സ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യണം. സോ നമുക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കറിയാം ലിസ്റ്റ് സ്റ്റാർ എന്താണ്, മ്യൂട്ടബിൾ ആണ്. നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. സോ നമുക്ക് സ്ക്വയർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് റീപ്ലേസിങ് അതിങ്ങനെ അതിനകത്ത് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിസ്റ്റ് നെയിം സ്ക്വയർ ഓപ്പറേറ്റർ, സർക്കിളിൻ്റെ ഇൻഡെക്സ് ഏതാണ്, 0th ഇൻഡെക്സ്. സോ അവിടെ നമുക്ക് പുതിയ വാല്യൂ എന്താ വരുന്നത്, എലിപ്സ്. സോ എലിപ്സ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ സർക്കിൾ എന്നുള്ളത് ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എലിപ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആഡ് എ ന്യൂ വാല്യൂ റെക്ടാങ്കിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താണ്, ഒരു പുതിയ എലമെൻറ്റ് എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആഡ് ചെയ്യണം. സോ നമുക്ക് ഓൾറെഡി പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പൻ മെത്തേഡാണ് അല്ലേ. നമ്മൾ എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആഡ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അത് നമ്മൾ എങ്ങനെ എഴുതാം, ഡാറ്റ എന്നുള്ളത് ലിസ്റ്റ് നെയിം ഡോട്ട് അപ്പൻ്റെ എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പൻ എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ എന്താണ് പാസ് ചെയ്യണത് അത് എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ പാസ് ചെയ്യണത് റെക്ടാങ്കിൾ. സോ ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇത് എഴുതിയാലും ആൻസറാണ്, കറക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ ഇൻസേർട്ട് മെത്തേഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻസേർട്ട് മെത്തേഡും. സോ ഇൻസേർട്ട് മെത്തേഡ് വഴി നമുക്ക് ഇതിനകത്ത് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ കറസ്പോണ്ടിങ് നോക്കാം. സോ ഡാറ്റ ഡോട്ട് ഇൻസേർട്ട്. സോ ഇൻസേർട്ട് മെത്തേഡിൽ കറസ്പോണ്ടിങ് എന്തായിരുന്നു, കറസ്പോണ്ടിങ് ഇൻഡെക്സ് കോമ എലമെൻ്റ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായിരിക്കും, നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് എലിപ്സ് ആണ് ഉണ്ടായിരിക്കുക, ദെൻ സ്ക്വയർ ഉണ്ടായിരിക്കും, ദെൻ ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതിനകത്താണ് നമ്മൾ റെക്റ്റാങ്കിൾ എന്നുള്ള എലമെൻറ്റ് ആഡ് ചെയ്യണത്. സോ വി ഹാവ് ടു ആഡ് അറ്റ് എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻഡെക്സിങ് നോക്കാം. 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്. നെക്സ്റ്റ് വരുന്നത് എന്താ, അടുത്തൊരു എലമെൻറ്റ് വരുമ്പോൾ അത് 3rd ഇൻഡെക്സിലായിരിക്കും. അപ്പോൾ നമ്മൾ എലമെൻറ്റ് എവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, 3rd ഇൻഡെക്സിലായിട്ട് നമ്മൾ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്, എലമെൻറ്റ് റെക്ടാങ്കിൾ. സോ ഈ ഒരു മെത്തേഡും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് തോന്നാം നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തുകൂടെ എന്ന് തോന്നാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇഷ്യൂ എന്താണ്, നമുക്ക് ഇതിനകത്ത് എൻഡ് ഓഫ് ദ ലിസ്റ്റ് ആണ്. എൻഡ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3rd ഇൻഡെക്സിലാണ് നമ്മൾ പുതിയ എലമെൻറ്റ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് നിങ്ങളിപ്പോൾ എക്സാമിന് ഡാറ്റ ഓഫ് 3 എന്ന് കൊടുത്തിട്ട് അതിനകത്ത് നിങ്ങൾ റെക്ടാങ്കിൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എററാണ് ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഡെക്സ് എറർ അവിടെ ഒക്കർ ചെയ്യും. അപ്പോൾ എപ്പോഴും ഈ ഓപ്പറേറ്റർ സ്ക്വയർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇൻഡെക്സ്, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഡെക്സിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. പുതിയ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എറർ ജനറേറ്റഡ് ആവും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അപ്പൻ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസേർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് ടു റിമൂവ് ദ വാല്യൂ സ്ക്വയർ ട്രയാങ്കിൾ ഫ്രം ദ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സ് ഡിലീറ്റ് ചെയ്യണം. സോ നമുക്ക് ഡെൽ കമാൻഡ് അവൈലബിൾ ആണ്. സോ ഡെൽ കമാൻഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഡെൽ കമാൻഡിൽ ആദ്യം നമ്മൾ ലിസ്റ്റ് നെയിം ഡാറ്റ ആണ്. ഡാറ്റ ഓഫ് എലമെൻറ്റ് ട്രയാങ്കിൾ ഡിലീറ്റ് ചെയ്യാം. ടു എന്നുള്ളത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഡിലീറ്റഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഡെൽ എന്നുള്ള കമാൻഡ് ഡാറ്റ ഓഫ് ഡിലീറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻ്റ് ആണ്. സോ അത് നമ്മൾ പാസ് ചെയ്ത ഡെൽ കമാൻഡ് യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റിമൂവ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ റിമൂവ് മെത്തേഡ് എങ്ങനെയാണ് എഴുതാം? ലിസ്റ്റ് നെയിം ഡോട്ട് റിമൂവ്. സോ റിമൂവ് ചെയ്യേണ്ട എലമെൻറ്റ് പാസ് ചെയ്യാം. ഇവിടെ റിമൂവ് ചെയ്യേണ്ട എലമെൻറ്റ് എന്താണ്? സോ വി ഹാവ് ടു റിമൂവ് ദ വാല്യൂ സ്ക്വയർ. സോ നമ്മൾ ആദ്യം ഇതിനകത്ത് സ്ക്വയർ റിമൂവ് ചെയ്തു. നെക്സ്റ്റ് ഡാറ്റ ഡോട്ട് റിമൂവ് ദെൻ ട്രയാങ്കിൾ. സോ നമുക്ക് ആക്ച്വൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ വി ഹാവ് ടു റിമൂവ് ദ വാല്യൂ സ്ക്വയർ ഫസ്റ്റ് ദെൻ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് റിമൂവ് മെത്തേഡാണ് കറക്റ്റായിട്ട് വരാം. ഓക്കെ, ദെൻ ഡെൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇൻഡെക്സ്, ഇപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റ് ആദ്യം ഡിലീറ്റ് ചെയ്യും, ദെൻ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റ് ഡിലീറ്റഡ് ആവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഡെൽ ഓഫ് ഡാറ്റ ഓഫ് 1 ആണെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് എലമെൻറ്റ് റിമൂവ് ആവും. പിന്നെ എലമെൻറ്റ്സ് 2 എലമെൻറ്റ്സ് ഉള്ള ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വീണ്ടും ഡെൽ ഓഫ് ഡാറ്റ ഓഫ് 1 തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതാണ്. ഡെൽ കമാൻഡ് യൂസ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. കാരണം ഈ ഒരു മെത്തേഡിൽ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഡിലീറ്റഡ് ആവും, ദെൻ സ്ക്വയറും ഡിലീറ്റഡ് ആവും. 2 എലമെൻറ്റ്സും ആ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആയി കിട്ടും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. സോ ലിസ്റ്റ് ഓപ്പറേഷൻസിൽ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.